ഇംഗ്ലണ്ടിന് എതിരായ രണ്ടാം ട്വൻ്റി-ട്വൻ്റിയിൽ വിജയിച്ചതോടെ 5 മത്സര പരമ്പരയിൽ 2-0 മുന്നിലെത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ആദ്യ കളിയിൽ 7 വിക്കറ്റിന് വിജയിച്ച ഇന്ത്യ രണ്ടാം ട്വൻ്റി-ട്വൻ്റിയിൽ 2 വിക്കറ്റിൻ്റെ ആവേശ ജയമാണ് നേടിയത്. തിലക് വർമ്മയുടെ ഹീറോയിസമായിരുന്നു ചെന്നൈയിൽ ഇന്ത്യക്ക് കിടിലൻ ജയം നേടിക്കൊടുത്തത്. ആദ്യ ട്വൻ്റി-ട്വൻ്റിയിൽ കളിച്ച പ്ലേയിങ് 11-ൽ 2 നിർണായക മാറ്റങ്ങൾ വരുത്തിയായിരുന്നു രണ്ടാം ട്വൻ്റി-ട്വൻ്റിയിൽ ഇന്ത്യ ഇറങ്ങിയത്. പരിക്ക് മൂലം നിതീഷ് റെഡ്ഡിയും റിങ്കു സിംഗും ഈ കളിയിൽ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ വാഷിംഗ്ടൺ സുന്ദറും ധ്രുവ് ജൂറലും ടീമിലേക്കെത്തി. ഇതിൽ നിതീഷ് പരിക്കിനെ തുടർന്ന് പരമ്പരയിൽ നിന്ന് തന്നെ പുറത്തായി. റിങ്കുവിനാകട്ടെ അടുത്ത കളിയും നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. ചൊവ്വാഴ്ച രാജ്കോട്ടിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ട്വൻ്റി-ട്വൻ്റി മത്സരം നടക്കുന്നത്. ഈ കളിയിലും വിജയിക്കാനായാൽ 5 മത്സര പരമ്പരയും ഇന്ത്യക്ക് സ്വന്തമാകും. അതേസമയം ചെന്നൈയിൽ കളിച്ച ടീമിൽ മാറ്റം വരുത്തി ഇന്ത്യ രാജ്കോട്ടിൽ ഇറങ്ങാനാണ് സാധ്യത. ആദ്യ 2 കളികളിലും പുറത്തിരുന്ന സീനിയർ പേസർ മുഹമ്മദ് ഷമി പ്ലേയിങ് 11-ൽ ഇടം പിടിക്കാനാണ് സാധ്യത. മികച്ച രീതിയിൽ പരിശീലനം നടത്തുന്ന ഷമിയെ ആദ്യ 2 കളികളിലും ഇറക്കാതെയിരുന്നത് ഇന്ത്യൻ ആരാധകരെ നിരാശരാക്കിയിരുന്നു. രാജ്കോട്ട് ട്വൻ്റി-ട്വൻ്റിയിൽ ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുള്ള മാറ്റവും ടീമിൻ്റെ സാധ്യതാ പ്ലേയിങ് 11-ഉം നോക്കാം. ആദ്യ 2 കളികളിലും നിരാശപ്പെടുത്തിയെങ്കിലും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിൻ്റെ സ്ഥാനം പ്ലേയിങ് 11-ൽ സുരക്ഷിതമാണ്. താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ടീം മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നു പോലും ഉണ്ടാകില്ല. രാജ്കോട്ടിൽ താരത്തിൻ്റെ കിടിലൻ തിരിച്ചുവരവാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അഭിഷേക് ശർമ്മ തന്നെയാകും സഞ്ജുവിനൊപ്പം ഓപ്പണിങ്ങിൽ കളിക്കുക. യുവ സൂപ്പർ താരം തിലക് വർമ്മയാകും 3-ാം നമ്പറിൽ ഇറങ്ങുക. ചെന്നൈ ട്വൻ്റി-ട്വൻ്റിയിൽ 72 റൺസ് എടുത്ത് ഇന്ത്യയുടെ വിജയശില്പിയായിരുന്നു അദ്ദേഹം. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിൽ കളിക്കും. ആദ്യ 2 കളികളിലും ഫ്ലോപ്പായ സ്കൈയിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ പ്ലേയിങ് 11-ലേക്ക് വന്ന ധ്രുവ് ജൂറലും സ്ഥാനം നിലനിർത്തിയേക്കും. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ 3 ഓൾറൗണ്ടർമാരുമായി രാജ്കോട്ടിലും ഇന്ത്യ കളിക്കാനാണ് സാധ്യത. ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാകും ഇത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയും 11-ൽ കാണും. അതേസമയം അർഷദീപ് സിംഗ് നയിക്കുന്ന പേസ് നിരയിൽ മുഹമ്മദ് ഷമിയും ഉൾപ്പെട്ടേക്കും. ഷമി കളിക്കുകയാണെങ്കിൽ രവി ബിഷ്ണോയിയാകും ടീമിൽ നിന്ന് പുറത്താവുക. ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും: സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ധ്രുവ് ജൂറൽ, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ്, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി.